ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നാണ്. ശ്രീ ഷാജി, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ സ്ത്രീകൾക്ക് ക്ഷേത്രങ്ങളിലായാലും ഇനി പള്ളികളിലായാലും അവിടെയെല്ലാം ഈ സ്ത്രീകൾക്ക് മേലിങ്ങനെ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സാറേ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്, പരിമലപ്പള്ളി. സാറിന് ഓർമ്മയുണ്ടായിരിക്കും. അവിടെ ഒരു സ്ത്രീകൾക്കും പ്രവേശനം അനുവദിക്കാതിരുന്നിട്ടില്ല. എല്ലാ സ്ത്രീകളും എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ളവരും, അല്ലേ? ഓർമ്മയുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ത്രീകൾ അവിടെ കയറാതിരുന്നിട്ടുണ്ടോ? അവിടെ പള്ളിക്കകത്ത് കയറുന്നത് കൂടുതലും ഹിന്ദുക്കളാണ്. നിലവിളക്കിനകത്തൊന്ന് എണ്ണയെടുക്കുന്നതും അവിടെ ഉണ്ട്. പിന്നെ ബന്ധുക്കോസുകാരാണെങ്കിൽ ക്രിസ്ത്യൻസിന്റെ പള്ളി കയറാറില്ല. അവിടെ കൂടുതലും ബന്ധുക്കോസുകാരും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതുപോലെ മലയാറ്റൂർ പള്ളി, പിന്നെ ചന്ദനപ്പള്ളി, പുതുപ്പള്ളി. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത പെരുന്നാൾ വരുവാ. ഇപ്പം മെയ് മാസം ആകുമ്പോൾ ഒരു ഗീവറുസാരുടെ ഒരു പെരുന്നാൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഹിന്ദുക്കൾ വരുന്നുണ്ട്, ക്രിസ്ത്യൻസ് വരുന്നുണ്ട്, അവിടെ മുസ്ലിങ്ങൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഗൾഫിലായ സമയത്ത് ഞാൻ പിന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിൽ പോലും ഞാൻ അവിടുത്തെ മുസ്ലിം പള്ളി പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയാണെങ്കിൽ ഞാനാണെങ്കിൽ യുഎഇയില് പിന്നെ റാസ് ഗെയിമിലാണ് ജോലി ചെയ്ത്. ആ സമയത്ത് 6 മാസം വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അവിടെ പള്ളിയില്ലാഞ്ഞതിന് ഞാൻ ദുബായിലായിരുന്നു ദുഃഖ വെള്ളിയാഴ്ച പോയത്. അപ്പൊ അത്രയും കിലോമീറ്റർ എനിക്ക് പോകാൻ എനിക്ക് പറ്റാഞ്ഞതിന് അതിനുശേഷം തൊട്ടെല്ലാം ഞാൻ മുസ്ലിം പള്ളിയിലാണ് വന്ന് പ്രാർത്ഥിച്ചത്. ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയുടെ പള്ളി കയറിയാൽ മതിയോ? അങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ സ്ത്രീകൾക്കോ ഒരു കാരണവശാലും പള്ളി പോരുന്നോ അമ്പലത്തിൽ പോരുന്നോ ചെയ്യുന്നത് തെറ്റാണ്. പോകണം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ദൈവം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സ്ത്രീകളാരും പള്ളി കയറില്ലെന്ന്? ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം ദൈവത്തിന്റെ പേരിൽ കാലാകാലങ്ങളായി എപ്പോഴും എല്ലാ മതങ്ങളെയും നിയന്ത്രിച്ചിരുന്നത് പുരുഷന്മാരാണ്, പുരോഹിത വർഗമാണ്. അവർ ഉണ്ടാക്കിയതല്ലേ ഇതെല്ലാം? അത് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരുടെ വ്യാഖ്യാനങ്ങളാണ്. പല കാര്യങ്ങളും ഒരു കാലത്ത് എഴുതിയ കാര്യങ്ങളെ പലതരത്തിൽ ഓരോരുത്തർക്കും വ്യാഖ്യാനിക്കാം. അങ്ങനെ വ്യാഖ്യാനിച്ച് ഇങ്ങനെ ആക്കുന്നതല്ലേ? അത്രയേ ഉള്ളൂ സാറേ. ഞാൻ 100% അതിൽ ഉറപ്പാ. യാതൊരു സംശയമില്ല. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം എല്ലാവരും ആരും മോശക്കാരൊന്നുമല്ല. എല്ലാവരും നല്ലവർ തന്നെ. എല്ലാ പള്ളിയിലും പോകണം തന്നെയാണ് ഞാൻ പറയുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന് പ്രതിനിധി. ശരത്താണ് ബാലരാമപുരത്ത് നിന്ന്. ശരത്തിന് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ നമ്മളിപ്പോ പ്രധാനമായിട്ട് ചെയ്യുന്നത് ചെരുപ്പ് നമ്മൾ പുറത്ത് ഇട്ടിട്ട് നമ്മൾ കൈ കാലുമെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് നമ്മൾ അകത്ത് പോകുന്നത്. അപ്പൊ ആ വിശുദ്ധിയാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ നമുക്ക് ഈ വെട്ടുകാട് പള്ളി, അതേപോലെ തന്നെ ബീവാ പള്ളി ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ മതവിശ്വാസികളും പോകുന്നുണ്ട്. പിന്നെ ദൈവത്തിൽ ആരാധിക്കുന്നതും വിശ്വസിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. പിന്നെ കാലങ്ങൾ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പണ്ട് സതി എന്ന് പറയുന്ന ഒരു നിയമം ഹിന്ദു വിഭാഗത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. സതി എന്നുള്ള നിയമം അത് മാറി, അതെല്ലാം നിർത്തലാക്കി. അപ്പൊ കാലാകാലങ്ങൾ കഴിയുമ്പോൾ ഇപ്പൊ പള്ളിയിൽ പ്രവേശനം പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ലേ. കാരണം ഇത്രയും നാള് പള്ളികൾ പ്രവേശനമില്ലായിരുന്നു. ഇപ്പോ കാലമനുസരിച്ച് മാറണം എന്നൊരു ചിന്താഗതി വന്നപ്പോ അതിലൊരു മാറ്റം പറ്റി. അതേപോലെ തന്നെ ഉത്സവങ്ങൾ, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവർ ഉത്സവങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവർക്കും ഒരേപോലെ തന്നെ, അതിനൊന്നും ഒരു വ്യത്യാസമില്ല. കൊടിയുയർത്തുന്നു ഉത്സവം. അതേപോലെ നേർച്ചപ്പെട്ടികൾ, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി നേർച്ചപ്പെട്ടി ഒരേപോലെ വെച്ചിട്ടുണ്ട് പൈസ ഇടുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ വിളക്ക് കത്തിക്കുന്നുണ്ട്. മതങ്ങൾക്കും പുരോഹിതന്മാർക്കും ഒന്നും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമില്ല. അത് എല്ലാവർക്കും അക്കാര്യത്തിൽ ഏക അഭിപ്രായമാണ്. അതാണ് പറഞ്ഞത്. പണത്തിന് വേണ്ടിയുള്ള ഇത് ആചാരം സംരക്ഷിക്കുന്ന പണം തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനകത്ത് തട്ടിമുട്ടി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് കുറച്ച് സാമ്പത്തിക സ്ഥിതി കിട്ടും. ഇല്ല എന്നൊന്നും പറയുന്നില്ല. എല്ലാവരും പണം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആൾക്കാർ ആചാരം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഹിന്ദു ഞാൻ ഒരിക്കലും അതിനെ നിഷേധിക്കുന്നില്ല. കാരണം നമുക്ക് മുമ്പ് നടന്നുപോയ പലരും നമുക്ക് തന്ന ഒരു പൈതൃകമാണ് ആചാരം. അത് സംരക്ഷിക്കണം. പക്ഷെ എന്ന് കരുതി അത് പിന്നെ പണത്തിന് വേണ്ടി ആരും ഒഴിഞ്ഞു മാറി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അങ്ങനെ ഏതെങ്കിലും നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ഒന്നുമല്ല. ആചാരങ്ങളൊക്കെ മാറി എല്ലാ മതത്തിൻ്റെയും ആചാരങ്ങൾ, ഒരുപാട് ദുരാചാരങ്ങൾ മാറ്റിയാണ് നമ്മൾ ഇന്നീ കാണുന്ന നിലയിലൊക്കെ എല്ലാ മതങ്ങളും എത്തിയത്. ദുരാചാരങ്ങൾക്ക് ഒരു മതത്തിലും ഒട്ടും കുറവുണ്ടായിരുന്ന കാലമായിരുന്നില്ല മുമ്പ്. താങ്കളുടെ സ്ഥലം ഓച്ചിറയാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ തന്നെ പരബ്രഹ്മം ഒരുക്കുന്ന ക്ഷേത്രമുണ്ട്. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്ന് പറഞ്ഞ പോലെ ആ ക്ഷേത്രം ഞാൻ മുമ്പ്